ചൈതന്യ കല്യാണിയെ കാണാനായി റെസ്റ്റോറന്റിലെത്തി. അവിടെ ഇരുന്നുകൊണ്ട് അവൻ കല്യാണിക്കായി കാത്തിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു പ്രായമായ ആൾ അവന്റെ അടുത്ത് വന്നൊരു ചോദ്യം ചോദിച്ചത്. മോനെ, നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? ചൈതന്യ മറുപടി പറഞ്ഞു, ഇല്ല, പക്ഷെ ഉടനെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കല്യാണത്തിനായി ഒരുപാട് പണം നീ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാകുമല്ലോ? ഏയ് ഇല്ല, മാസം തോറും ഏകദേശം 60,000 രൂപ ഭക്ഷണത്തിനും യാത്രകൾക്കുമായി തന്നെ ചിലവാകാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, പക്ഷേ പെൺകുട്ടിയുടെ അച്ഛൻ കല്യാണത്തിനു മുൻപ് ഇതൊക്കെ ശ്രദ്ധിക്കില്ലേ? ഞാൻ എന്തിനാണ് പെൺകുട്ടിയുടെ അച്ഛനെക്കുറിച്ച് ആലോചിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണെങ്കിൽ പിന്നെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കും. ഇത് കേട്ടതും ആ വൃദ്ധൻ പറഞ്ഞു, പക്ഷേ കല്യാണി ഒരിക്കലും അതിന് സമ്മതിക്കില്ല. താൻ സംസാരിക്കുന്നത് കല്യാണിയുടെ അച്ഛനോടാണെന്ന് മനസ്സിലാക്കിയ ചൈതന്യ ആകെ തകർന്നുപോയി. ഉടനെ തന്നെ അദ്ദേഹം ചൈതന്യയെ നിരസിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ചൈതന്യ ഓഫീസിലേക്ക് പോകുമ്പോൾ വഴിയിൽ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ പ്രസവവേദന കൊണ്ട് പുളയുന്ന ഒരു ഗർഭിണിയെ ആണ് കണ്ടത്. ഒട്ടും വൈകാതെ ചൈതന്യ അവരെ എടുത്ത് സ്വന്തം കാറിൽ ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രിയിൽ വെച്ച് ചൈതന്യ വീണ്ടും കല്യാണിയെ കണ്ടുമുട്ടി. ആ ഗർഭിണിയെ സഹായിക്കുന്നത് കണ്ടപ്പോൾ കല്യാണിക്ക് ചൈതന്യയോട് ബഹുമാനവും ഇഷ്ടവും തോന്നി. ആശുപത്രിയിൽ നിന്നും പോകുന്നതിനു മുൻപ് കല്യാണി ചൈതന്യയുടെ ഫോൺ നമ്പർ വാങ്ങുകയും സ്വന്തം നമ്പർ നൽകുകയും ചെയ്തു. രാത്രിയിൽ ഫോണിലൂടെ സംസാരിക്കാനും തുടങ്ങി. പതുക്കെ പതുക്കെ അവർ രണ്ടുപേരും പ്രണയത്തിലായി.